അടിച്ച് നിന്റെ കവാല കുറ്റി ഞാൻ പൊട്ടിക്കും കേട്ടോടി പുഞ്ഞാര മോളെ. നമ്മളെ ഉണ്ണിമോളാണ് ചുണ്ടരി. നോക്ക് ഉണ്ണിമോൾ ചുണ്ടരി. നീ സുന്ദരി അല്ല, ഉണ്ണിമോള് അനാമിമോള്. ഇത് ഞങ്ങളുടെ കുഞ്ഞല്ല കേട്ടോ ഈ തടി കിടക്കുന്നത്. ഇത് ഞങ്ങളെ കുഞ്ഞല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ. അനാമിക വിഷ്ണു എല്ലാവർക്കും അറിയാമായിരിക്കും. ജീവമാത, കാരുണ്യ ഭവൻ, ഗിരിജ ആന്റി. ഈ ലൂപ്പ് ആരും മറക്കാൻ വലിയ ചാൻസ് ഇല്ല, എല്ലാവർക്കും അത്യാവശ്യം ഓർമ്മ കാണും. എന്നാൽ റീസെന്റ് ഈ അനാമിക വിഷ്ണുവിന്റെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഒരു യോജിപ്പും തോന്നിയില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. കാരണം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. നമ്മളിപ്പം വീട്ടിൽ ചിലപ്പോൾ നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ കളിയാക്കാം, അയ്യോ അയ്യേ അയ്യയ്യേ തുണിയൊക്കെ ഇല്ലാണ്ടൊക്കെ നിൽക്കും, നമ്മൾ പിടിച്ച് കളിയാക്കാം, അയ്യയ്യേ കൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും, പിന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ അതൊരിക്കലും വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുക എന്നത് നല്ലൊരു കാര്യമല്ല. ഞാൻ പിന്നെ ഒരിക്കലും ഈ കുട്ടികളെ നീ കാണാൻ കൊള്ളത്തില്ല, നീ കളറില്ല എന്നൊന്നും പറഞ്ഞ് കളിയാക്കത്തില്ല. ഇമാതിരി തൊട്ടി കളിയാക്കല് സീരിയസ്ലി കളിയാക്കത്തില്ല. അല്ല ചിലപ്പം അയ്യേ കൂ നാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആക്കാറുണ്ട്. അല്ലാതെ ഒരിക്കലും നീ കാണാൻ കൊള്ളില്ല, നീ ഭംഗിയില്ല, ഇങ്ങനെയൊന്നും കളിയാക്കത്തില്ല. കാരണം അത് നമ്മൾ അങ്ങനെ കളിയാക്കി കഴിഞ്ഞാൽ അത് കുട്ടികളുടെ മനസ്സിൽ അത് ഫീൽ ആവും. കാരണം ഞാനത് ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്ത് നീ ഒന്നും കഴിക്കൂലേടേ, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കണ് എന്നൊക്കെ ടീച്ചേഴ്സ് അടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസിനെ നമുക്ക് ബാധിക്കും. നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടാവും. അയ്യോ അങ്ങനെ ഇങ്ങനെ. അപ്പൊ നമുക്കൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തോന്നത്തില്ല, സ്റ്റേജിൽ കയറാൻ തോന്നത്തില്ല. കാരണം ആൾക്കാർ എന്ത് വിചാരിക്കും, നമ്മൾ ഇത്രയുള്ള അങ്ങനെ ഇങ്ങനെ കളിയാക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്കൊരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് അടിക്കും. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെയാവും. അതൊക്കെ ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് കളിയാക്കാറുണ്ട്, എന്തിന് കൂടെയുള്ള ഫ്രണ്ട്സ് കളിയാക്കാറുണ്ട്, അങ്ങനെ ഇങ്ങനെ. ഇപ്പോഴും അവന്മാർ പറയട്ടെ നീ എന്തൊക്കെ കഴിച്ചിട്ടും ശരീരത്തിൽ പിടിക്കില്ലല്ലോ എന്ന് അവന്മാർ പറയും. പക്ഷെ അവന്മാർ ഇപ്പൊ പറയുന്ന അസൂയയോട് കൂടിയാണ്. കാരണം അവന്മാർ തിന്നാനും തിന്നില്ലെങ്കിൽ കയറി പെരുവാണ്. പെരുന്നത് കൊണ്ട് തന്നെ ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും, ഒരു നോർമലി ഒരു ഇതില്. അതുകൊണ്ട് അവന്മാർക്ക് ഇപ്പൊ അസൂയാണ്. പണ്ട് കളിയാക്കുമായിരുന്നു, ഇപ്പൊ അസൂയായി മാറിയിട്ടുണ്ട്. കാരണം അവന്മാർക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ ആയാലും കഴിക്കാതിരുന്നാലും കുറച്ച് കഴിച്ചാലും ശരീരത്തിൽ കയറി പിടിച്ചു, ഭയങ്കരമായിട്ട് പേറുന്നു, കയറി പെരു, വയറൊക്കെ ചാടി, ആ ഒരു സെറ്റപ്പിലോട്ട് മാറുന്നു. അപ്പൊ ഞാൻ അങ്ങനെയൊന്നുമില്ല. അവന്മാരെ കൂടെ അവന്മാരെക്കാൾ ഇരുന്ന് കഴിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ അവന്മാർക്ക് അസൂയാണ്, നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് അവരെ നമ്മൾ കാണാൻ കൊള്ളില്ല, നീ ഉണക്കെയാണ്, മെലിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വണ്ണത്തെ ഇരിക്കുന്നു, ഇങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കാതിരിക്കും. അത് അവരെ നല്ലോണം ബാധിക്കും. അതുപോലത്തെ ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നതാണ് നമ്മൾ കാണിക്കേണ്ട ഒരു ക്വാളിറ്റി. ഇത് അതും ചെയ്തിട്ട് നാട്ടുകാരെ കാണിക്കാനായിട്ട് വീഡിയോയും കൂടി എടുത്തിട്ടിട്ടുണ്ട്. ഏത് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് ആദ്യം ഈ അനാമിക വിഷ്ണു ഇവർ രണ്ടുപേരും കൂടി അനിയത്തി കുട്ടിയെ പെണ്ണുവിനെ വിളിച്ചുകൊണ്ട് വരുന്ന ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഇവരുടെ ചരിത്രം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അനാമികയ്ക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതില് അച്ഛൻ എന്തോ ആദ്യം മരണപ്പെട്ടു. അങ്ങനെ അമ്മ അടുത്ത് മരണപ്പെടുകയും ഡിവോഴ്സ് ആവും എന്തൊക്കെ ചെയ്തു. അടുത്ത് അമ്മ മറ്റൊരു കല്യാണം കഴിച്ചു. അടുത്ത് ആ വ്യക്തിയിൽ ഒരു മകളുണ്ട്. ആ മകളാണ് ഇപ്പൊ അനാമികയുടെ കൂടെ ഈ വീഡിയോ എടുക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അനാമികയുടെ അച്ഛനിലുണ്ടായ സ്വന്തം അനുജത്തി അല്ല, അതായത് അനാമികയുടെ രണ്ടാം അച്ഛനിലുണ്ടായ അനുജത്തിയാണ്. ഓക്കെ, അപ്പോ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ആദ്യം അമ്മയ്ക്ക് രണ്ടാമത്തെ കുഞ്ഞായപ്പോ തന്നെ നേരെ ചൊവ്വന്നും ആ ഒരു സ്നേഹം കുറഞ്ഞു പോയി എന്നൊക്കെ ഉള്ള രീതിയിലും, പിന്നെ അമ്മ മരണപ്പെട്ടതിന് ശേഷം അമ്മുമ്മ തള്ളയുടെ കൂടെയൊക്കെ ആയി. പിന്നെ അവർക്ക് കുറച്ച് പ്രായമൊക്കെ ആയതുകൊണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ചൈൽഡ് ലൈൻ ഇടപെട്ട് തന്നെ അനാമികയെ അനാഥാലയത്തിലോട്ടാക്കി, ജീവമാതയില്. പിന്നെ നടന്നിട്ടുള്ളതൊന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ വിഷ്ണു പ്രേമിക്കുന്നതും അൺറേജിന്റെ കേസ്, അങ്ങനെ കുറെ സംഭവങ്ങൾ, അത് കഥകളൊക്കെ അങ്ങനെ വേറെ പോയി. ബാക്കി ഞാൻ പറയാതെ തന്നെ അറിയാം. അപ്പൊ റീസൺലി ഈ പറയുന്ന അനാമികയുടെ രണ്ടാം അച്ഛനിലുണ്ടായിട്ടുള്ള ആ ഒരു പെൺകുട്ടി, അതായത് അനാമികയുടെ സ്വന്തം സഹോദരി അല്ലെങ്കിലും സഹോദരിയായിട്ടുള്ള ആ പെൺകുട്ടിയെ ഇവര് വിളിച്ചുകൊണ്ടൊന്ന് കറങ്ങാനൊക്കെ ആയിട്ട് പോകുന്നു. അതായത് ഇവരുടെ അനാമികയ്ക്ക് ഒരു കൊച്ചുണ്ടല്ലോ, അതിന്റെ ബേബി ഫോട്ടോഷൂട്ട് എന്തൊക്കെയാണ്, ആ പരിപാടിക്ക് കുട്ടിയും കൂടി വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ അവിടെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. നമ്മുടെ പൊന്നൂനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ അനിയത്തി. നിങ്ങൾ എല്ലാരും തിരക്കിയ മുതലേ അത് വൈകിട്ട് വിളിക്കാം. സമയം നീ ആദ്യമായിട്ടല്ലേ കാണുന്നേ?
ഉറക്കത്തിൽ ആരാ ഞാനാ ബസ്സിലേക്ക് വരണേ. നിങ്ങൾ ഇനി എങ്ങോട്ട് പോവാ? ഇനി എവിടെ കൊണ്ടൊന്ന് ബീച്ചിൽ പോണം. പിന്നെ ഗസ്റ്റ് ഗസ്റ്റ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ എന്താ ക്ഷീണിച്ചല്ലോ ബുക്ക് വെക്കാൻ നല്ലതായിരിക്കും. ചെയ്യാനാണ് നമ്മൾ കുറച്ച് സപ്പേട വീട്ടിൽ പോയി ഒരു കുരു പോലും ഇല്ലാത്ത മുഖമായിരുന്നു. മുഖമൊക്കെ അയ്യോ വ്ളോഗിനിടാൻ ഒരു ഹായ് പറഞ്ഞു. പിന്നെ ചില അമ്മമാരൊക്കെ തിരക്കും. ഹലോ, ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചേച്ചി എത്ര വേണ്ട അനിയത്തി സ്കൂൾ പറഞ്ഞു. അപ്പൊ എല്ലാരും ചോദിക്കുക എത്ര പഠിക്കുന്നതിന് പറഞ്ഞു കൊടുക്കും. പൊന്നും ഞാൻ പറയുന്നത് ക്യാമറ മെസ്സേജ് എന്തായാലും കറക്റ്റ് 7ല് 7ാം ക്ലാസ്സിലോ ഒത്തിരി അമ്മമാര് നിന്നെ തിരക്കും. അങ്ങനെ ഉണ്ണിമോള് എണീറ്റ് പൊന്നുവിനേക്കാണ് ഉണ്ണിമോളെ എണ്ണിച്ചുറക്കും. ഇച്ചിരി കൂടിയെങ്കിലേ ഉള്ളു മേക്കപ്പ്. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? പൗഡർ ഞങ്ങളെ രണ്ടുപേരും അങ്ങോട്ടും പൗഡർ തീർന്ന വീട്ടിലെ ഏട്ടാ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഡേയ് നിന്റെ അടുത്ത് തന്നെ വിഷ്ണു. അതുപോലെ വന്ന് കയറിയപ്പോ തന്നെ ആ കൊച്ചിന്റെ അടുത്ത് നീ അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. ഞാനിതെന്റെ കുട്ടിക്കാലം മൊത്തം കേട്ട് ട്രോമയിൽ പോയ കാര്യമാണ്. എനിക്ക് കേൾക്കുമ്പോൾ തന്നെ കലി വരും. നമ്മളെവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും കല്യാണം എന്തെങ്കിലും എന്ത് കോലാണ്ടിയാ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് നീ ഒന്നും കഴിക്കാറില്ലടാ, വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ, എന്ത് പറ്റി വയ്യേ, ഈ ഒരു സെറ്റപ്പ് സാധനം. നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ സെൽഫായിട്ട് ഇപ്പൊ കുഴപ്പമില്ലല്ലേ പച്ച പിടിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുമ്പോഴായിരിക്കും ഇവര് ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഒരു കുണച്ച വർത്താനം പറയുന്നത്. അതോടെ ആ ഒരു കോൺഫിഡൻസ് അങ്ങ് ചോർന്നു പോകും. കാര്യം പിടികിട്ടിയ അയ്യോ എന്താ ഒന്നും കഴിക്കാറില്ലേ, ക്ഷീണിച്ചു പോയി, അതോടെ തീരും. അതുപോലെയാണ് ഇവിടെ ഇപ്പൊ വിഷ്ണു ഈ പൊന്നു ഏറി വന്നപ്പോ ആദ്യം പറഞ്ഞത്. എന്ത് ക്ഷീണിച്ചു പോയി, അങ്ങനെ കോൺഫിഡൻസിനാണ് ബാധിക്കുന്നത്. അത് എങ്ങനെ പറയരുത്, നമ്മളത് കളിക്ക് പോലും പറയരുത്. നമ്മൾ ഒരുമാതിരി ആ പിള്ളേരുടെ ഒരു കോൺഫിഡൻസിനെയാണ് ബാധിക്കുന്ന രീതിയിൽ പറയുന്നത്. ഞാൻ ഒറ്റ മനുഷ്യടുത്ത് ഞാൻ അത് പറയത്തില്ല, കാരണം ഞാനത് അനുഭവിച്ചുകൊണ്ട് എനിക്ക് ആവശ്യം പറയാം. ചിലപ്പോൾ അമ്മയൊക്കെ ഏതെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും പിള്ളേർ വരുമ്പം എന്താ ഉണങ്ങിപ്പോ അല്ലെങ്കിൽ എന്താ കഴിക്കാറില്ല നീ ക്ഷീണിച്ചു, ഞാൻ അപ്പം അമ്മയടുത്ത് പറയാം ഉണ്ടായി അവർ കഴിച്ചോളും. ഈ ഒരു സെറ്റപ്പിൽ സംസാരിക്കും, കാരണം എനിക്കത് ഇഷ്ടമല്ല. അത് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കോൺഫിഡൻസിനെ ബാധിക്കും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. ഇപ്പൊ നമ്മൾ കഴിച്ചാലും ഇല്ലെങ്കിൽ നന്നാവും ഇല്ലെങ്കിൽ ഇല്ല. ആർക്കെങ്കിലും ജാതം ഉണ്ടാ അല്ലെങ്കിൽ ഈ പറയുന്നവർ തിന്നാൻ വാങ്ങിച്ച ഇരുന്ന് ഫുൾ ടൈം നിങ്ങൾ അടുത്തിരുന്ന് തിന്ന പുറത്തൊന്നും തിന്നില്ലേ. ഓ ക്ഷീണിച്ചു പോയി, എന്ത് വല്ലാണ്ടായി പോയി, കോപ്പാണ്. എനിക്ക് കേൾക്കുമ്പോഴേ കലി വരും. എനിക്ക് കേട്ട് പിടിച്ചോർഞ്ഞു പോയി, ഞാൻ ട്രോമയിലോട്ട് പോയി പഴയ കാര്യത്തിലോട്ട്. ഓക്കെ, ബാക്കി നമ്മള് ഉണ്ണിമോനാണ് ചുണ്ടരി. നോക്ക് ഉണ്ണിമോൻ ചുണ്ടരി. നീ സുന്ദരി അല്ല. ഞങ്ങളുടെ ഉണ്ണിമോള് അനാമിമോള് കൊറിയയിലൊക്കെ കൊറിയയിലൊക്കെ കോഴികൾ ഇങ്ങനെ നടക്കുന്നത്. അത് പിന്നെ ഇന്ന് മുടി ഇച്ചിരി താന്നു വന്നിട്ടുണ്ട്. മുടി ഇച്ചിരി പോണിട്ടയിൽ ഇട്ടപ്പോ കുറേ കിഴിച്ചു വരണം വെട്ടിയിട്ട് വയ്ക്കണം. ഉണ്ണിമോള് സുന്ദരി. അപ്പൊ മറ്റേ കൊച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഞാനും സുന്ദരി എന്ന് പറയുമ്പോ നീ സുന്ദരി അല്ല. എടാ നീ കളിക്ക് പറയുന്നതായിരിക്കും, നീ കാര്യമായിട്ട് ആ കൊച്ചിനെ കളിയാക്കിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സാമാന്യ ബോധം കാണിക്കട്ടെ. കൊച്ചു പിള്ളേരാണ്, അവരുടെ മനസ്സിൽ അത് എത്രത്തോളം ആ ഒരു സാധനം ഇഞ്ചക്ട് ആവുമെന്ന് ഇരുന്ന് ചിന്തിക്കുക. കളിക്ക് പറയുന്നതാവും, കളിക്കായാലും ഇങ്ങനത്തെ കുണച്ച വർത്താനങ്ങൾ പറയാതിരിക്കുക. ഞാൻ ഉള്ള കാര്യം പറയാം സീരിയസ്ലി. അതിപ്പോ ആ കൊച്ചു ആ സമയത്ത് ചിരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാലും അതിന്റെ ഉള്ളിൽ ആ ഒരു സാധനം കൊള്ളും. ഇവിടെ അനുഭവമാടാ, പേഴ്സണൽ അനുഭവം. എനിക്കത് ഉള്ളിൽ ഫീൽ ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ദയവ് ചെയ്തിട്ട് പറയില്ല, കളിക്കായാൽ കൂടി പറയില്ല. എന്നിട്ട് നിങ്ങൾ വന്നിട്ട് പറയാം നമ്മളൊരു കുടുംബമാണ്, നമ്മൾ മറ്റതാണ് മറിച്ചാണ്, നമുക്ക് ആർക്കും പ്രശ്നമില്ല, പിന്നെ ആർക്കടെ പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയാം, ആ കൊച്ചിനെ അത് ബാധിക്കും, മെന്റലി അത് ബാധിച്ചിരിക്കും. കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാ. എൻ്റെ അടുത്തും പലരും ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ചിരിച്ചോണ്ടിരിക്കും, അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ. പക്ഷെ എൻ്റെ മനസ്സിനെ എനിക്കത് ബാധിക്കും. പിന്നെ എൻ്റെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കും. ഞാൻ കുറച്ച് ദിവസം പിന്നെ ഇങ്ങനത്തെ ഒരു രീതിയിലായിപ്പോ. നമ്മളൊരു സ്കൂളിലൊരു പ്രോഗ്രാം വന്നാല് നമ്മൾ നിൽക്കത്തില്ല. നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, നമ്മൾ അങ്ങനെയാണ് ഉണക്കയാണ് അല്ലെങ്കിൽ നമ്മൾ കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സാധനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കൊന്നിലും പങ്കെടുക്കാൻ ഉള്ള കോൺഫിഡൻസ് പോലും കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്തിട്ട് അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. ഞാൻ എൻ്റെ കണ്ണിൽ ആരെങ്കിലും നിന്ന് ഇപ്പൊ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ ആരുടെ ചോദിക്കുന്നുണ്ട് ഞാൻ അത് കഴിച്ചോളും ആ വിട്ടാരും എന്നേ ഞാൻ പറയത്തുള്ളൂ. പറയാൻ പാടില്ല, അങ്ങനെ ചോദിക്കല്ലേ. കാരണം ആ കൊച്ചിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒരുപാട് അങ്ങ് ബാധിക്കും. കേട്ടെ, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഫോട്ടോഷൂട്ട് ഉണ്ണിമോക്കാനുള്ളതാണെങ്കിലും മേക്കപ്പ് എനിക്ക് ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെറിയൊരു ബ്യൂട്ടി പാർലറിൽ കയറി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. എന്താ പറയുക,
പൊന്നു കരയണ്ട. കാണിക്കേ നിങ്ങൾ അറിയുന്നത് ഒരു പന്ന ചേച്ചിയാണ്. എന്നെ ഒന്നും ഒരിക്കലും കണ്ടാവൂ ലിപ്സ്റ്റിക് ഇട്ട് മുടിയെല്ലാം സ്റ്റൈലാക്കി നടക്കുന്നതിനെ ഒന്നും ഒരിക്കലും പൊട്ടു പോലും ഇട്ടതില്ല. ഇങ്ങനെ വൈറ്റ് എടുത്തിരുന്നേ. ആ കൊച്ച്, അതായത് പൊന്നൊന്നാണ് കൊച്ച്, മനസ്സിൽ കളങ്കമില്ലാണ്ട് മനസ്സിലുള്ളത് തുറന്നു പറയുന്നു. ചേച്ചി പോയി ഒരുങ്ങി, എന്നെ ഒരിക്കലും എനിക്കൊരു പൊട്ട് പോലും വെച്ച് തന്നില്ല, ഒരു ലിപ്സ്റ്റിക്ക് പോലും വെച്ച് തന്നില്ല എന്നൊക്കെ പറഞ്ഞും കൊണ്ടങ്ങ് പറയുകയാണ്. എനിക്ക് സീരിയസ്ലി പറയാനുള്ളത്, അനാമിക, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നില്ല ആ കൊച്ചിനെ കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, കൊണ്ടുപോയിട്ട് നിങ്ങൾ മാത്രം എല്ലാം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം എല്ലാം ചെയ്ത് നല്ല ഒരുങ്ങി പറക്കി നിൽക്കുന്നു. ആ കൊച്ചിനൊരു പൊട്ട് പോലും വെച്ച് കൊടുത്തില്ല. ആ കൊച്ച് സങ്കടാ പറയുന്നേ. ചിലപ്പോൾ കളിയായിട്ടായിരിക്കും, കാര്യമായിട്ടായിരിക്കും, പക്ഷെ ഉള്ളിലുള്ള സാധനമല്ലേ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കൊണ്ടുപോകാതിരിക്കുക. പിന്നെ കുട്ടികൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാരണം കുട്ടികൾ മേക്കപ്പ് ഒന്നും ഇടേണ്ട കാര്യമില്ല. കാരണം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, കൊച്ചു പിള്ളേരാണ്, എങ്ങനെയൊക്കെ അത് സ്കിന്നിനെയൊക്കെ എഫക്ട് ചെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുട്ടികളെ മേക്കപ്പ് ഇടുന്നത് എനിക്ക് യോജിപ്പില്ല. പക്ഷെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ മേക്കപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കേസാണ്. അവർക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി പൊട്ടൊക്കെ കൊത്തി ഇങ്ങനെ ഇരിക്കാനും പിന്നെ കുറച്ച് ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ഹാപ്പിനെസ് ആണ്, ഒരു കോൺഫിഡൻസും കൂടിയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആ സാഹചര്യത്തിൽ നിങ്ങളിങ്ങനെ പോയിട്ട് നിങ്ങൾ മാത്രം ഒരുങ്ങി ഇറങ്ങി വരുമ്പോൾ അതാ കൊച്ചിനെ ബാധിക്കത്തില്ലേ? എന്തിനാ അനാമിക ഇങ്ങനെയൊക്കെ? വിഷ്ണുവിനാണെങ്കിൽ ബോധം പോലും ഇല്ല, അവൻ വേറെ എന്തൊക്കെയാണെന്ന് പറയുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങളിൽ ആ കൊച്ചിനെ കൊണ്ടുപോകാതിരിക്കും. ഇത് ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ആ കൊച്ചിനെ ഒന്നും ചെയ്തു കൊടുക്കല്ല. അത് ചുമ്മാ ഡമ്മി കണക്കിന് വലിഞ്ഞു കയറി വന്നതുപോലെ അതിൻ്റെ അകത്തിരിക്കുന്നു. അത് പോസ്റ്റ് അടിച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള. ഇനി വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. നമ്മൾ ലൊക്കേഷൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഉണ്ണിമോളുടെ സന്തോഷം കണ്ടില്ലേ? അപ്പൊ അവളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഫോട്ടോഷൂട്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ കുഞ്ഞല്ല കേട്ടോ ഈ തടിക്ക് കിടക്കുന്നത്. ഇത് ഞങ്ങളെ കുഞ്ഞല്ല, ഞങ്ങൾക്ക് ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ, ഉണ്ണിമോള്. ഒരു കോമഡി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ, ഉണ്ണിമോൾ, ഇത് ഞങ്ങളുടെ കുഞ്ഞല്ല എന്നൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊരു കൊച്ചു മോളല്ലേ, 7, 6 എന്തോ അല്ലേ പഠിക്കുന്നത്. ആ മോൾ എത്രത്തോളം അഫക്ട് ചെയ്യുന്ന അറിയാവോ? ചിന്തിച്ചിട്ടുണ്ടോ? സാമാന്യ ബോധം ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഞാൻ ഒരു പ്രായത്ത് ഇതുപോലെ പല കളിയാക്കലുകളും പരിഹാസങ്ങളും കേട്ടതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസോടെ ഇപ്പൊ പറയാൻ പറ്റും ഇത് തൊട്ടി വർത്തമാനാണ്. കാരണം ആ കൊച്ചിനെ നല്ലോണം ബാധിക്കും. ആ കൊച്ചി ചിരിച്ചുകൊണ്ട് നിന്നാലും നല്ലോണം ബാധിക്കും. കാരണം ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരുത്തനായതുകൊണ്ടാണ് പറയുന്നത്. ദയവ് ചെയ്തിട്ട് ഇമാതിരി പരാമർശനങ്ങളും ഒന്നും എടുത്ത് ഇടല്. അത് ഞങ്ങളെ കുട്ടിയല്ലേ, എവിടെ നിന്ന് വലിഞ്ഞേറി വന്നത് എന്നപോലത്തെ ഒരു അർത്ഥാനാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, കോമഡി ആയിരിക്കും ഉദ്ദേശിച്ചത്. ഇമാതിരി ചീഞ്ഞളിഞ്ഞ കോമഡികൾ അടിക്കാതിരിക്കുക കുട്ടികളുടെ അടുത്ത് പ്രത്യേകിച്ച്. ഓക്കെ, സാമാന്യ ബോധം കാണിക്കുക, എവിടെ എങ്ങനെ പെരുമാറണമെന്നുള്ള ബോധം കാണിക്കുക. ഇത് ചുമ്മാ വായി തോന്നിയ ഓതയ്ക്ക് പാട്ട് എന്തേലുമൊക്കെ വിളിച്ച് പറയും. എന്നിട്ട് അവസാനം കൊച്ചിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കോംപ്രമൈസ് അടിക്കും. ഞാൻ ഒന്നും പറയുന്നില്ല, കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. തമാശയ്ക്ക് കളിയാക്കുമ്പോൾ ആ അനിയത്തി കുട്ടിയുടെ മുഖം കണ്ടിട്ട് പാവം തോന്നും. ബട്ട് ഐ തിങ്ക് ആ കുട്ടി നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അത്രയും ആഗ്രഹിച്ചു വന്നതുപോലെയുണ്ട്. പിന്നെ ചില തമാശകൾ യഥാർത്ഥത്തിൽ തമാശ ആയിരിക്കില്ല, കുഞ്ഞു വാക്കുകൾ ആയിരിക്കും. എന്നെയും ഈ പ്രായത്തിൽ ഇതേപോലെ കുറെ പേര് തമാശയ്ക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് വിവരം വെച്ചപ്പോഴാണ് മനസ്സിലായത് അവർ കളിയാക്കിയതായിരുന്നു എന്ന്. സോ ഞാൻ എനിക്ക് ഫീലായ കാര്യം പറഞ്ഞതേ ഉള്ളൂ. സീരിയസ്ലി കറക്റ്റ് കാര്യമോ? കുറച്ച് ഓവറായിപ്പോയി. ആ കുഞ്ഞിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടു, പ്രത്യേകിച്ച് ആ മൊണ്ണ വിഷ്ണു. പാവം കുഞ്ഞ് ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് പോയതാ. ആ കുട്ടി ഇവരുടെ കൂടെ പോകുന്നു, നല്ലതേ വരും. അനിയത്തി കുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല പക്വതയുള്ള മോളാണ്. ആ കൊച്ചിനെ എന്തിനാ പിന്നെ കൊണ്ടുവന്നത്? പാവം, അതിനെ കാണുമ്പോൾ വിഷമമായി. പൊന്നുവിന് വിഷമം തോന്നുന്ന രീതിയിൽ സംസാരിക്കല്ലേ, അമ്മയില്ലാത്ത കുഞ്ഞല്ലേ, തമാശയ്ക്ക് പോലും വിഷമിപ്പിക്കുന്ന വർത്തമാനം പറയല്ലേ. ആൾക്കാരെല്ലാം ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. എടാ കുഞ്ഞല്ലടാ, ആ കൊച്ചിനെ നിങ്ങൾ കളിയാക്കി അത് ആ കൊച്ചിന് ഏക്കൂടെ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കാണിക്കും. ഇനി ഇതിനുശേഷം നെഗറ്റീവ് കമന്റ്സ് ആയി. നെഗറ്റീവ് കമന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറെ പേര് കമന്റ് ചെയ്തിട്ടുള്ള എനിക്ക് പിടിച്ചിട്ടില്ല. കാരണം ആ കൊച്ചിനെയും, അതായത് ഈ അനിയത്തി കുട്ടിയും ഈ കുഞ്ഞുമോളെ, കയ്യിലിരിക്കുന്ന കുഞ്ഞുമോളെ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് ആ കുഞ്ഞുമോളെക്കാളും മറ്റവളാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞുള്ള കമ്പാരിസൺ ചെയ്യാൻ തുടങ്ങി. ആ കുഞ്ഞുമോൾ എന്ത് ചെയ്ത്? ആ മോളെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ പേര് അങ്ങനെ പറയുന്നുണ്ട്. അതെനിക്ക് പേഴ്സണലി പിടിച്ചില്ല. ആ കൊച്ചു ഒന്നും അറിയാത്ത കൈക്കുഞ്ഞിനെ എന്തിനാണ് പറയുന്നത്? ഇവള് ഈ അനാമിക വിഷ്ണു കാണിച്ചിട്ടുള്ള മണ്ടത്തരത്തിനും പോക്കത്തരത്തിനും ആ കൊച്ചു കുഞ്ഞിനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അത് മോശമാ, വളരെ മോശമാ. അത് ഈ കുഞ്ഞിനെ കളിയാക്കിയതിനേക്കാളും നിങ്ങൾ പ്രേക്ഷകര് അത് കണ്ടിട്ട് ഫീൽ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ കൊച്ചിനെ പറഞ്ഞത്. പക്ഷെ അത് അതിനേക്കാളും തൊട്ടിത്തന്നെയാണ് പ്രേക്ഷകർ. എനിക്ക് പ്രേക്ഷകർത്താണ് പറയാനുള്ളത്. ഇപ്പോ അനാമികയും വിഷ്ണുവും കൂടി ഈ പൊന്നുകുട്ടിയെ ഇങ്ങനെ പറഞ്ഞപ്പോ അത് കണ്ടിഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഈ കുഞ്ഞുമോളെ പറഞ്ഞത്, കൈക്കുഞ്ഞുമോളെ പറഞ്ഞത്. മനസ്സിലായ? അത് പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾ കാണിച്ചിട്ടുള്ള അതിനേക്കാളും പോകരുത്തനോ മണ്ടത്തരോ. മറ്റോളും അവനും കൂടി കാണിച്ചതിന് ഈ കുഞ്ഞെന്ത് പിഴച്ച് കാര്യം പിടികിട്ടിയ. അതുകൊണ്ട് അത് പറയരുത്. എന്തായാലും അതിന് ഒരു എക്സ്പ്ലനേഷനുമായിട്ട് അനാമിക വന്നിട്ടുണ്ട്, കാണാം.
പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പൊന്നൂനെയും കൊണ്ട് ഔട്ടിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ അനിയത്തിനെ ആദ്യം ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. പക്ഷെ വന്നതെല്ലാം നെഗറ്റീവ് കമന്റുകളാണ് വന്നിരുന്നത്. അപ്പം നെഗറ്റീവ് കമന്റുകളിൽ കുറച്ച് നെഗറ്റീവ് കമന്റുകൾ എനിക്ക് നന്നായിട്ട് വേദനിപ്പിച്ച കുറച്ച് നെഗറ്റീവ് കമന്റുകളുണ്ട്. അപ്പൊ അവർക്ക് ഉള്ള ഒരു മറുപടി ഞാൻ ആദ്യം തന്നെ പറയാം, എന്നിട്ട് ബാക്കി വീഡിയോന്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ഒരുത്തിയിട്ട കമന്റ്, നിന്റെ കുഞ്ഞിന്റെ മോന്റെ ഒന്ന് നോക്കടി, വെറുതെ അല്ല ദൈവം നിന്റെ കുഞ്ഞിനെ അങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞ ഒരുത്തി നല്ല ഒരു പുന്നാര മോളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കും, നിനക്ക് കമന്റ് ഇടാനുള്ള ധൈര്യം കാണും, നീ ഇന്ന് ഈ വീഡിയോ കാണുമെന്നും എനിക്കറിയാം. പക്ഷെ എന്റെ മുമ്പ് നേരിട്ട് വന്നു നിന്ന് നിനക്ക് പറയാനുള്ള തന്റേടം കാണത്തില്ല. അങ്ങനെ വന്ന് നിന്ന് നീ പറയാനുള്ള തന്റേടം കാണിച്ചാൽ നീ അത് ഒരു വട്ടവേ കാണിക്കും, അടിച്ച് നിന്റെ കവാലക്കുറ്റി ഞാൻ പൊട്ടിക്കും, കേട്ടോടി പുന്നാര മോളെ എന്ന് തന്നെ ഞാൻ പറയും. ഇനി എവളെന്നല്ല ഏവളിനി എന്റെ കൊച്ചിനെ പറ്റി ഇമാതിരി തോന്നിവാസം എന്നോട് പറഞ്ഞാലും ഞാൻ പറയും. കമന്റ് ഇടുന്നത് നിങ്ങൾ അവകാശമാണ്, കമന്റ് ഇടാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ കമന്റ് ഇട്ട പുന്നാര മോളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മേല ഇനി എന്റെ കൊച്ചിന്റെ കാര്യം പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ കയറി ഇമാതിരി ഇട്ടേക്കല്ലേ. എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ഇത്രയും മോശപ്പെട്ട വാക്ക് ഉപയോഗിച്ച് ഞാൻ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം എന്റെ പുന്നാര മോളെ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, മേല എന്റെ കൊച്ചിനെ പറഞ്ഞ് കമന്റ് ബോക്സിൽ വന്നിടരുത്. എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ നിന്നെ വേണമെങ്കിൽ, പക്ഷെ നിന്നെ ബ്ലോക്ക് ചെയ്യാത്തത് ഈ ഒരു വീഡിയോ നീ കാണണം, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത്. ഓക്കെ, ഈ കമന്റ് ഇട്ടുള്ളടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഇവളൊക്കെ കാണിച്ചത് അല്ലെ അനാമികയും വിഷ്ണുവും കാണിച്ചതിനേക്കാളും തൊട്ടിത്തനമാണ് ഈ കമന്റ് ഇട്ട ആള് കാണിച്ചിട്ടുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, അനാമിക എടുത്ത് നിന്റെ കൊച്ചിനെ പറഞ്ഞപ്പോ നിനക്ക് വിഷമമായ, നിന്റെ കൊച്ചിന്റെ മുഖത്തിനെയും ഭംഗിയെയും ഒക്കെ പറഞ്ഞപ്പോ നിനക്ക് വിഷമമായ, അപ്പൊ പരസ്യമായിട്ട് ആ കൊച്ചിനെ കളിയാക്കുമ്പോൾ അത് ചിലപ്പോ ചിരിച്ചോണ്ട് നിൽക്കും, നാളെ നിങ്ങളെ കൂടെ വന്നിരുന്നു അത് കുഴപ്പമില്ല ചേച്ചി ആ ഉദ്ദേശത്തല്ല പറഞ്ഞെന്ന് പറയും. പക്ഷേ ഉള്ളിൽ മനസ്സിൽ ആ സാധനം ഫീലാകും. ഓക്കെ, കാര്യം പിടികിട്ടിയോ? പിടികിട്ടിയില്ലെങ്കിൽ പിടികിട്ടുന്നവരൊന്നും ഇരുന്ന് ചിന്തിക്കും, ഞാൻ പറഞ്ഞാ കൂടിപ്പോവും. താഴെ വന്നിട്ടുള്ള കമന്റുകൾ ആ വഴി മറക്കരുത്. നിന്റെ അനിയത്തി തന്നെ അല്ലേ, അല്ലാതെ രക്തബന്ധത്തെ ആരെങ്കിലും ഇങ്ങനെ പറയോ, എന്തൊരു സ്വഭാവമാണ്, അഹങ്കാരി, ഇപ്പൊ അനാമിക അങ്ങ് ഓവറായി, ഒത്തിരി കമന്റുകൾ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കും എന്നായിരിക്കും എന്റെ നെഗറ്റീവ് കണ്ടിരിക്കുന്നവർ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. പക്ഷെ ഗൈസ്, എന്നെ സ്നേഹിക്കുന്ന അമ്മമാരും കൂടെ വന്ന് നെഗറ്റീവ് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഞാൻ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും, കാരണം അവർ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് തോന്നിയതാണ് അവർ അഭിപ്രായമായിട്ട് വന്ന് പറഞ്ഞത്. പക്ഷേ അമ്മമാരെ അറിയിക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്, അവരറിയാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ 1-2 പേര് ഇതേപോലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോള് കാണിച്ചത് തെറ്റാണ്, അല്ലെങ്കിൽ തമാശയ്ക്ക് കാണിച്ചെങ്കിൽ പോലും അത് ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ കമന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അമ്മമാരൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് അതൊരു വിഷമമായിട്ട് തോന്നി എന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ നമ്മളെ പറ്റി പറഞ്ഞ ഒരു അക്കൗണ്ട് കൂടെ ഉണ്ട്, അവളും കൂടെ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അവൾക്കുള്ള മറുപടി കൊടുത്തു, അവളെ നമുക്ക് മാറ്റി നിർത്താം. ഇനി നമുക്ക് ഈ വന്ന വിഷയത്തിലേക്ക് സംസാരിക്കാം. അപ്പം ഞാൻ വേറൊന്നുമല്ല, പൊന്നൂന ആദ്യമായിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ എന്റെ അനിയത്തീനെ ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തന്നതിന്റെ എല്ലാവിധ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഞാൻ അമ്മയില്ലാതെ അച്ഛനില്ലാതെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. ഞാൻ നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. എനിക്കറിയാം എന്തൊക്കെ ഫേസ് ചെയ്ത് എത്രത്തോളം സങ്കടപ്പെട്ട് വേണം ഒരു ലൈഫ് മുന്നോട്ട് പോകാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരും ഇല്ലാത്ത സമയത്ത് എനിക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ടായിരുന്നു, അത് ആരും വാങ്ങിത്തരാനില്ലായിരുന്നു എന്നെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അത് എത്രത്തോളം ബുദ്ധിമുട്ട് ഫേസ് ചെയ്ത് ആ ഒരു ഘട്ടത്തിൽ കൂടെയാണ് കടന്നു വന്ന് ഇന്ന് ഞാൻ ഇത്രയും സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അങ്ങനെയുള്ള എനിക്കറിയാം എന്റെ അനിയത്തിക്ക് അമ്മയില്ലാതെ അവള് നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് എത്രത്തോളം അത് സങ്കടം വരുത്തും, അവർക്ക് എന്തൊക്കെയായിരിക്കും ആവശ്യം, അവരുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും ഓടുന്നത് എന്നെല്ലാം എനിക്ക് അറിയാൻ പറ്റും. ഞാൻ അവളുടെ ചേച്ചിയാണ്, ചേച്ചി അമ്മയാണ്, അവളുടെ അമ്മേന്റെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത്. അവൾ എന്നെ അങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അന്ന് ആ ഒരു ഫോട്ടോഷൂട്ടിന് പോയപ്പോ ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല, അവള് സുന്ദരിയല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അച്ഛനമ്മമാർക്കും അറിയാം, 2 മക്കളുള്ള വീട്ടിൽ ഇണക്കങ്ങളും കാണും പിണക്കങ്ങളും കാണും. പിന്നെ നമ്മുടെ അച്ഛനും അമ്മയായാൽ പോലും പറയും നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എല്ലാം പറയും. അതെന്താ, അവരെ ഒന്നും മുഖം വാടി കാണാനും അവരെ ചൊടിപ്പിക്കാനും ഒക്കെ എന്ന് വെച്ചാൽ അവരൊന്ന് ദേഷ്യപ്പെടുത്താനും അവർ നമ്മളോട് ഗുസ്തി പിടിക്കാൻ വരികയൊക്കെ ചെയ്യും. ആ ഒരു ലെവലിലാണ് എല്ലാ വീട്ടിലും സംഭവിക്കാറുള്ളത്. എല്ലാ അനിയത്തി ചേട്ടത്തിമാരും അല്ലെങ്കിൽ അനിയന്മാരും ചേട്ടന്മാരും എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഈ 2 മക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഓക്കെ, തവിട് കൊടുത്ത് വാങ്ങിയെന്നൊക്കെ പറയാറുണ്ട്, അത് നമ്മളെ കെട്ടിട്ടൊക്കെ ഉണ്ട്, അത് ഓക്കെ. പക്ഷെ ഒരിക്കലും നീ കാണാൻ കൊള്ളില്ല ആ ഒരു സാധനം പറയരുത്. ചിലപ്പോ എന്റെ വീട്ടിലായാലും പറയാറുണ്ട്, ഞാൻ വലിയ കിടിലൊന്നുമല്ല, പക്ഷെ ഈ മുടിയൊക്കെ വളർത്തി ഭ്രാന്തനെ പോലെ ഇരിക്കുമ്പോൾ ചിലപ്പം പറയും ഭ്രാന്തനെ പോലെ ഇരിക്കുക, മുടിയും വെട്ടി അടിച്ചെഞ്ച് കുളിയിട എന്ന് പറയും. ഓക്കെ, അത് പറയാറുണ്ട്, അല്ലാണ്ട് ഒരിക്കലും പറയാറില്ല. എന്തിന്? എനിക്ക് ആക്സിഡന്റ് ആയ എന്റെ മുഖം കോണാത്തിലെ മുഖം പോലെ ആയപ്പോഴും നാട്ടുകാർ കമന്റ് ബോക്സിൽ പറഞ്ഞു ചുമ്മാ അല്ലടാ നീ ഇങ്ങനെ ആയത് അങ്ങനെ ആയത് ഇങ്ങനെ ഇതൊക്കെ പറയാറുണ്ട്.
പക്ഷെ എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടില്ല. പിന്നെ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ലതാണ് അറിയാം. ഓക്കെ, നമുക്ക് ആ ഒരു കേൾക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു മെന്റൽ സാധനമുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദയവ് ചെയ്തിട്ട് ഇമാതിരി കോണത്തിൽ വർത്താനം പറയാൻ നിൽക്കരുത്. ഓക്കെ, കാര്യം പിടികിട്ടി കാണുമല്ലോ. അതുകൊണ്ട് ഇനി അതിൽ ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കരുത്. നമ്മളെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെയാണ്, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭംഗിയില്ല എന്ന് പറഞ്ഞ് കളിക്കുന്ന ടീംസാണ്, കുടുംബമാണെന്നൊന്നും പറയരുത് ദയവ് ചെയ്തിട്ട്. ഓക്കെ, അതെനിക്ക് സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഇനി ഇതിനുശേഷം ഞാൻ ഊഹിച്ച സാധനമായിരുന്നു. അതായത് ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു, ഇനിയിപ്പോൾ എന്തായാലും ഏറിക്കേറിയ സ്ഥിതിക്ക് മറ്റേ പൊന്നുമോളെയും കൊണ്ടുവരുമോ, ആ മോളെയും കൊണ്ടുവന്നിരുത്തി ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, കാണാം. ഇന്നലെ രാത്രി തന്നെ ആ കമന്റ് വായിച്ച് ഞാൻ ഇവിടേക്ക് വന്നു. അപ്പൊ ഇന്നലെ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ തന്നെ സെക്കൻഡിൽ ഇവിടെ വന്നു കേട്ടോ. ചേച്ചീനെ കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും കുറെ പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് മാത്രമാണ് പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് പറയാനുള്ള, ചേച്ചി എന്നോട് തമാശക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാണോ? നിങ്ങളെ വീട്ടിൽ ഇപ്പം രണ്ടുപേരുണ്ടെങ്കിൽ എങ്ങനെ പെരുമാറുന്നത് അതേ കൂട്ടാ ഞങ്ങളും ഇവിടെ. പക്ഷെ വല്ലപ്പോഴുമാണ് ഇവളെ എനിക്ക് കിട്ടുന്നത്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവളെ എന്റെ കൂടെ വന്ന് നിന്നതല്ലേ. ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അവൾ ഇവിടെ വന്ന് നിന്നത്. എന്നിട്ട് ഞങ്ങൾ 2 ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതൊന്നും അപ്ലോഡ് ചെയ്തില്ല. കാരണം ഈ പ്രശ്നം ഇങ്ങനെ കിടക്കുവാണ്, അതുകൊണ്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തില്ലത്. ഇനി വേണം ഞങ്ങൾക്ക് അതെല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ചേച്ചി എന്നെ അല്ലെങ്കിൽ തമാശക്കാണ് ചേച്ചി എന്നോട് പറഞ്ഞത്, നിന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഞാൻ നടുക്ക് നിൽക്കുന്നത് എന്തോ ഞങ്ങളുടെ മോളല്ല എന്നൊക്കെ പറഞ്ഞത് ചേച്ചി തമാശക്കായിരിക്കും. അതിപ്പോ ചേച്ചി എനിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പറയും, അടി കൂടും, വഴക്കുണ്ടാക്കും. പക്ഷെ ഞങ്ങൾ അടി കൂടിയാലും വഴക്കുണ്ടാക്കിയാലും 2 മിനിറ്റ് അതിൽ കൂടുതൽ ഞങ്ങൾ പോകത്തില്ല. പിന്നെ ആ ഒരു തിരക്കിനിടയിൽ ഉണ്ണിമോള് കരച്ചിലും കാര്യങ്ങളും ഒക്കെയാണ് ചേച്ചിക്ക് എന്നെ അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെ ചേച്ചിനൊക്കെ ആകുമ്പോ അങ്ങനെ വഴക്ക് കൂടും എല്ലാവരും. ഇനിയിപ്പോ ചിലവർ വന്നിട്ട് പറയായിരിക്കും, ഇത് പറയിപ്പിക്കില്ലാതെ ചിലവർ പറയുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാം. വന്ന വഴി ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ മനസ്സ് വിഷമിപ്പിക്കത്തുമില്ല. അപ്പം ഇനി ബാക്കി എന്തൊക്കെ ആൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ ആള് ബാക്കി പറയട്ടെ. ഞാൻ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ കൊണ്ട് ചേച്ചി ഫോട്ടോഷൂട്ടിന് ഉണ്ണിമോളുടെ ഫോട്ടോഷൂട്ടിന് പോയ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. വെറും 1-2 പേര് മാത്രമായിരുന്നു പോസിറ്റീവായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോ തന്നെ ഞാൻ ഇവിടേക്ക് വന്നു കേട്ടോ. ചേച്ചി അത് അനിയത്തിക്കാവുന്ന സമയത്ത് അവരടി കൂടും, തമ്മിൽ പിണങ്ങും. പക്ഷെ ഞങ്ങൾ അടി കൂടിയാലും പിണങ്ങിയാലും ഒരു 2-3 മിനിറ്റ് മാത്രമേ ഞങ്ങൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പഴയ പോലെ തന്നെയായിരിക്കും. പിന്നെ രണ്ട് കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ മനസ്സിലാവും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അടി കൂടും, എല്ലാം ദേഷ്യപ്പെടും, അല്ലെങ്കിൽ കരയും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ കൂടുതൽ സമയം മിണ്ടാതിരിക്കും അങ്ങനെയൊന്നുമില്ല. കൂടിപ്പോയ 2 മിനിറ്റ് മാത്രമേ ഞങ്ങൾ മിണ്ടായിരിക്കും. പിന്നെ ചേച്ചി എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നടുക്ക് നിൽക്കുന്നത് ഞങ്ങളുടെ മുകളിൽ, അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്കൊരു വിഷമമില്ല. കാരണം ചേച്ചി അതെന്നോട് തമാശക്കാണ് പറയുന്നത്, എനിക്കത് മനസ്സിലാവും. പക്ഷേ ഇവിടെ കാണുന്നവരെല്ലാം അത് സീരിയസ് ആയിട്ട് എടുക്കുകയും നെഗറ്റീവായിട്ട് കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണിമോളെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വിഷമമായ ഒരു കാര്യം. എന്നെ കാണാൻ കൊള്ളാം, പക്ഷെ ഉണ്ണിമോളെ കാണാൻ കൊള്ളത്തില്ല, ഉണ്ണിമോക്ക് ഇതുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടായിരുന്നു. അതല്ല ചേച്ചി എന്നോട് തമാശക്ക് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ ചേച്ചി ഒരിക്കലും എന്നോട് സീരിയസ് ആയിട്ട് ചേച്ചി നല്ല ഉണ്ണിയണ്ണനും എന്റെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. നിന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമല്ല, അങ്ങനൊന്നും അവര് എന്ത് മെച്ചുവേർഡ് ആയിട്ടാ കുട്ടി സംസാരിക്കുന്നത്. എനിക്ക് അതാണ് അട്രാക്റ്റീവ് ആയത്. നല്ല മെച്ചുവേരിറ്റി ഉള്ള രീതിയിലാണ് കുട്ടി സംസാരിക്കുന്നത്. എന്തായാലും ഓക്കെ, അവര് കളിയായിട്ട് പറഞ്ഞതാ, അവര് കാര്യമായിട്ട് പറഞ്ഞതല്ല. അത് അല്ലെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും കളിയായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊള്ളൂടെ. അങ്ങനെ പല കളിയാക്കലുകളും കേട്ട് ഒരു സമയത്ത് കൊണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഈ കുട്ടിയാലും ഇങ്ങനെ പറഞ്ഞാൽ അവളുടെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ അത് സാധനം ഫീലാവും. അത് നമ്മള് അങ്ങനെയാണടേ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ആ കുട്ടി നല്ല മെച്യൂറായിട്ട് വന്ന് സംസാരിച്ചു, സന്തോഷമുണ്ട്. അനാമികയായാലും വിഷ്ണുവായാലും മനസ്സിൽ തൊട്ട് പറഞ്ഞത് അല്ല, എന്നാലും അങ്ങനെ പറയരുത്. പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടും കൊണ്ട് അങ്ങനത്തെ വർത്താനം കൂടി എടുത്തിടുമ്പോൾ നാട്ടുകാരുടെ അടുത്ത് പൊങ്കാലയിടുന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ല. അതാണ് അതിനേക്കാളും വിഷയം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ കാണിച്ചതൊക്കെ ശരിയായിട്ട് തോന്നിയോ? എനിക്ക് ശരിയായിട്ട് തോന്നില്ല. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.